ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി. ഈ എപ്പിസോഡിൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ അതാ ഒന്നും കൂടി ബ്രീഡ് ആയിട്ടുള്ളൂ. വില്ലേജർ അവിടെ കുടുങ്ങിയ ഇല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 16-17 വില്ലേജറായി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാടിക്കാണ്ട് അയൺ ഫാം ഉണ്ടാക്കാൻ 20 വില്ലേജർ വേണം. 17-18 ആയിട്ടുണ്ടാവും എന്നാണ് ഒരു കണക്ക്. ഞാനിത് അങ്ങോട്ടെത്തി. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ഇപ്പോഴും ബേബി തന്നെയാണ്. ഇവിടെയും ഒന്നെങ്കിൽ ഗ്യാഫൊക്കെ നിൽക്കേണ്ടി വരും. ഒരാൾ വലുതായിരിക്കണം. ഏകദേശം ഒരു 17 കഴിക്കണം. ഇതിലെത്ര ഗ്രീൻ കോട്ട് ഉണ്ടാവും എന്നാണ് അറിയേണ്ടി. അപ്പോൾ അത്രയും ആൾക്കാർ കുറയും. ഇനി അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും വേണം. അയൺ ഫാം ഉണ്ടാക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്യട്ടെ. നമുക്ക് ബേസിൽ പോയി എല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എത്തി. ബേസ് ഇപ്പോൾ എവിടെയും ഈ സൈഡിൽ. അയൺ ഫാമിൻ്റെ ഒരു ബേസിക്കായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ 20 വില്ലേജർ വേണം. ഇതേമാതിരി 20 വില്ലേജർക്ക് ജോലി ഉണ്ടാവണം. അപ്പോൾ ഒരു 2 അയൺകോളം സ്പോണാവും. അങ്ങനെയാണ് അയൺ ഫാം വർക്കാണ്. ഈ ഐലൻഡിലാണ് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കേണ്ടി. അപ്പോൾ നമുക്ക് ഈ മരമൊക്കെ മുട്ടി മറിച്ചാണ്. ഈ സൈഡ് ഉണ്ടായിരുന്ന മരമൊക്കെ ഞാൻ ട്രേഡിംഗ് കാണാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാ മരവും ഞാൻ മുറിച്ചോണം. ഫുള്ള് ക്ലീൻ ആക്കണം. ഈ ലീഫൊക്കെ പോകാണ്ട് ഇനി അതങ്ങ് പതിയെ വെക്കോളും. നമുക്ക് ഈ വൈന് ഞാൻ അവിടെ നിർത്തിനു. നമുക്ക് പേരൻ്റെ സൈഡിലേക്കൊന്ന് വെക്കാം. അങ്ങനെ ഉണ്ടായിക്കോളും. കാണാനൊരു പ്രത്യേകത ഭംഗിയാണിത്. ഈ സൈഡ് വേണ്ട, ഓവറായാലും പോറാം. ഇങ്ങനെ പടർന്നുണ്ടാവും. ആണെങ്കിൽ ഇവിടെ 2 ബ്ലോക്ക് എടുത്ത് നമുക്ക് മോസി ബ്ലോക്ക് ആക്കാം. ഇതും കൂടെ വെച്ചാൽ 2 കൂടി വെച്ചാൽ നമുക്ക് മോസി ബ്ലോക്ക് കിട്ടും. അപ്പോൾ ഒന്നുകൂടി ടെക്സ്ചറിനൊരു മാറ്റം വരും. ഈ ബ്ലോക്ക് കൂടി മാറ്റി വെക്കാം. പ്രത്യേകത ഒരു മാറ്റം നല്ലതാണ്. അയൺ ഫാമിലുള്ള റിസോഴ്സൊക്കെ കളക്ട് ചെയ്യണം. നമുക്കൊന്ന് കളക്ട് ചെയ്യട്ടെ. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയാണ്ട് അവിടെ കൊണ്ടുവച്ച് എല്ലാം അതിൽ വെക്കാം. ഒരു ചെസ്റ്റ് മേലെ ചെസ്റ്റിലുണ്ട്. ഒരു 2-3 എങ്ങനെയും വേണ്ടി വരും. താൽക്കാലികം നമുക്ക് വന്നെടുക്കാം. ചെസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. അതിൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സൊക്കെ കളക്ട് ചെയ്യാം. കുറേ ബെഡ് വേണം. ബെഡ് വേണമെങ്കിൽ കുറച്ച് പൂളൊക്കെ വേണം. അപ്പോൾ പൂളൊക്കെ ഒന്ന് ഫാർം ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്, അത് ചെയ്യണം. 20 ബെഡ് വേണം, എന്നാലും നമുക്ക് ഫാർം റെഡി ആവുള്ളൂ. ഞാൻ റിസോഴ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോറി ഗൈസ്, ഞാൻ ഇത്രയും നേരം മൈനിങ്ങിന് പോയതേനു. അപ്പോൾ ഇത്രയും ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചു. അതൊക്കെ ക്ലിപ്പ് മിസ്സായി പോയി, റെക്കോർഡ് ചെയ്തത് മിസ്സായി പോയി. അത്രയും ബിൽഡ് ചെയ്ത് വെച്ചു. മൈനിങ്ങിന് പോയതിനും ഒരു സ്കെൽട്ടൺ സ്പോണറൊക്കെ കിട്ടി. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഭയങ്കര കാണിക്കണമെന്നൊക്കെ വിചാരിച്ചേനു. റെക്കോർഡ് ചെയ്തായിരുന്നു, അത് ക്ലിപ്പ് ഡിലീറ്റായി പോയി. സോറി ഗൈസ്. നമുക്കൊരു 9 ഡയമണ്ടും 12 അയണൊക്കെ കിട്ടിക്കണം. ഒബ്സീഡ് എടുക്കാൻ വേണ്ടി പോയതേനു, അപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് സ്പോണറൊക്കെ. നമുക്ക് ഫാർമൊക്കെ ആക്കണം. ഡിസ്ക് അതൊക്കെ ആർമറൊക്കെ കിട്ടീനു. ഇനി അയൺ ഫാം പോയി ബാക്കി റെഡി ആക്കട്ടെ. അയൺ ഫാമും കാണിച്ചു തരാൻ പറ്റിയില്ല. അതും കുറച്ച് ബിൽഡ് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബിൽഡ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് ഇനി നെതറിലേക്കാണ്ട് അവിടെ പോർട്ടൽ സെറ്റ് ചെയ്ത് വെക്കണം. ഈ നെതറിലും പടിയും നമുക്ക് വില്ലേജർ കൊണ്ടുവരാൻ വേണ്ടി ഈസിയാവും. നമുക്ക് ഞാൻ പോർട്ടലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ചെയ്ത ബ്ലോക്ക് പോർട്ടൽ സെറ്റ് ചെയ്ത് ഞാൻ നമുക്ക് കത്തിച്ച് നോക്കാം. നമുക്ക് കയറി വെക്കാം.
അവിടേക്ക് തന്നെ എത്തുന്നുണ്ട് നമുക്ക് ഞാൻ ഫാമിലി നേരെ മുകളിൽ കറക്റ്റാണ്. അത് അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വില്ലേജറെ കൊണ്ടുവരാൻ ഈസിക്ക് വേണ്ടി. ഇനി നമുക്ക് വില്ലേജറെ ഓരോരുത്തരെ കൊണ്ടുവരണം. അത് അവിടെ എത്തിയിട്ടുണ്ട്. ഈ സൈഡ് കൂടെ നമുക്ക് ആ പോർട്ടലിലേക്ക് ഒരു വഴി സെറ്റ് ചെയ്തേക്കണം. മൈൻകാട്ടും റെയിലും വെച്ച് നമുക്ക് ഓല കണ്ട് കൊണ്ടുപോകണം. ഇതിൽ കൂടെ ഉണ്ട് കൊയിച്ച് പോയാൽ കണ്ട് എത്തേണ്ടതാണ്. ഞാനത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ ഞാൻ ഇവിടെ എത്തി പോകണം. ഇത് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ കുറച്ച് ബ്ലോക്കേ ഉള്ളൂ, അത്ര ബ്ലോക്കേ വരാനുള്ളൂ. പിന്നെ നമുക്ക് റെയിലും വെച്ച് സെറ്റ് ചെയ്യണം. റെയിൽ സൈഡിൽ ഇങ്ങനെ വെക്കണം. അതിന് ഗ്ലാസ് വേണം. ഗ്ലാസ് ഞാൻ എടുത്തുകൊണ്ട് തരാം. ബേസ് വയ്ക്കാണ്ട് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു നേക്കിൽ വെക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അതാ ഞാൻ ഫാമിൻ്റെ ഇതിൽ കൂടെ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റെയിൽ വെച്ച് അങ്ങോട്ട് പോകാം. അപ്പോൾ അങ്ങനെ വെച്ച് ഈ തലക്കൽ വേണ്ട, സാധനം കുറവാണ്. പാണ്ട് വെച്ച് എത്ര പോകുമെന്ന് നോക്കാം. നമുക്ക് ഫുള്ള് കൊള്ളൂല എന്നാണ് എൻ്റെ ഇത്. പറ്റില്ല. ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എത്ര അയണ്ട് എന്നറിയില്ല, നോക്കാം നമുക്ക്. ഇല്ല, അയണ് കുറവാണ്. ആകെ 3 അയണുള്ളൂ. അപ്പോൾ നമുക്ക് താൽക്കാലിക കയറ്റി ഇവിടുന്ന് കുറച്ചെടുക്കാം. ഇവിടെ നമുക്ക് തള്ളി കൊടുത്താൽ മതി. നമുക്കിതാ ഇവിടെ സെറ്റ് ചെയ്തൊക്കെ ആദ്യം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര ഇനി വെക്കണമെന്ന്. ഇവിടുത്തെ ഈ 2 ബ്ലോക്ക് പൊളിച്ച് ഒഴിവാക്കിയാണ്ട് അവിടെ ഒരു റെയിൽ വെക്കണം. അത് മേലെ ഒരു ബ്ലോക്ക് വെച്ചതിന് ശേഷം റെയിൽ വെക്കുക. മാറി നിൽക്കട. ഇതിൻ്റെ മുകളിൽ 3 വെക്കണം. അപ്പോൾ അവിടെ നേരെ വെച്ചാൽ ശരിയാവില്ല. ഒരു ബ്ലോക്ക് പുറത്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു ചാടി കയറും. ഗ്ലാസ് സൈഡിൽ വെക്കണം. ഈ ബ്ലോക്ക് ഒട്ടിച്ചാണ്ട് അവിടെ റെയിൽ വെക്കണം. അതേമാതിരി അടിയിലും ചെറുക്ക മാറിക്കട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചാൽ നേരെ മൈൻകാട്ട് കൊല കയറും ചേച്ചും ഒരു ഡാമേജ് അടിച്ചാതെ നമുക്ക് കൊണ്ടുപോകാൻ ചേച്ചാൽ ആണ്ട് വേണ്ട. പിന്നെ ഒരു റെയിലും കൂടി ഉണ്ട്, അത് നമുക്ക് ഇവിടെ തൽക്കാലം വെക്കാം. ഒരു 2-3 പണ്ട് പൊട്ടിച്ചാൽ നമുക്ക് വളച്ച് വെക്കാം. വളച്ച് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാം. അത് ഇങ്ങോട്ട് ഇറങ്ങിയാണ്ട് ജമ്പ് ചെയ്ത് കൊടുത്താൽ പോകേണ്ടയാണല്ലോ പോകത്ത്. പോയി അങ്ങനെ ഒരു പോകും. ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ കയറിയ ക്രാഫ്റ്റിനെ കൂടെ വെച്ച് കണ്ട് ലാഡർ ഉണ്ടാകുക. അതെന്താ പോലെ ചാടി പോഞ്ഞു. സാധാരണ ഒരു ബ്ലോക്ക് വെക്കാൻ കാത്തിക്കലുള്ളൂ. പൊതിക്കുട്ടി കയറിപ്പം വന്നു. നമുക്ക് ചാടി കയറി അവിടെ സ്റ്റക്കായി നിൽക്കണേ. നമുക്കിനി തള്ളി കൊണ്ടുപോകാം. അവനോടെ അവിടെ പോട്ടെ. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകണം. എടുത്തതിന് ശേഷം മൈൻകാട്ട് പൊട്ടിച്ചണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറും. നമുക്ക് മൈൻകാട്ട് പോയി എടുത്തുകൊണ്ടിരണം. നമുക്ക് കൈക്ക് കെട്ടിക്കണം. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇനി ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് ബോറിംഗ് ആയ പാട്ടാണ്, അപ്പോൾ നിങ്ങൾ കാണിക്കണ ആവശ്യമില്ല. ഞാൻ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാവരെയും കൊടുന്നു. 2 ഗ്രീൻ കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ സഫക്കേറ്റ് ചെയ്ത് കൊന്നു. ഞാൻ കുറച്ച് ബ്രെഡൊക്കെ ഇട്ടെടുത്ത് ബ്രീഡ് ചെയ്യിപ്പിച്ചു കുറച്ച്. എന്നാലും തേഞ്ഞിട്ടില്ല. നമുക്ക് ഇനി 3 ആളായിട്ട് കമ്മിയുണ്ട്. നമുക്ക് ഒപ്പിച്ചാൽ വിഷയമില്ല. നമ്മൾ അവിടെ ആദ്യം കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് വില്ലേജർമാരുണ്ടല്ലോ, അവരെ കൊണ്ടുവരാം. പിന്നെ ഈ പോർട്ടലൊക്കെ എടുത്ത് മാറ്റട്ടെ. ഇതവിടെ ഒരു ആംഗിളും സ്പോണായിക്കണം. 1 സ്പോണായിട്ടുള്ളൂ. സാധാരണ 2 സ്പോണാവും. 20 ആളായാലും 1 സ്പോണാവുള്ളൂ. ഈ പോർട്ടലൊക്കെ ഞാൻ മാറ്റിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പോർട്ടലൊക്കെ ഒട്ടിച്ചു. ഇനി അതവിടെ ഫുള്ള് അടിച്ചും ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇനി ഇവിടെ പില്ലർ ചെയ്യണം.
ഞാനത് ഫുള്ളൊന്ന് വെച്ചാണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാനത് ഫുള്ളാക്കി. ഞാനത് അവിടെ ഈ സൈഡിൽ 3 ബ്ലോക്ക് ഹൈറ്റിൽ വെച്ചു. നമുക്ക് അടിയിൽ അതേമാതിരി 3 ബ്ലോക്ക് ഇങ്ങനെ നീളത്തിൽ വെക്കണം. ഇതവിടെ വെള്ളം ഒഴിക്കണം. അപ്പം ഇങ്ങനെ പുഷ് ചെയ്ത് അവന് അടിയിൽ പോവും. അടിയിൽ അങ്ങനെ ഒലിച്ചിറങ്ങണം. അടിയിലാണ് നമ്മളെ കില്ലിങ് ഏരിയ. അപ്പം അവന് ഒരു വക്കലോട് വെള്ളം എടുത്ത് വന്നിട്ട് അവന് സൈഡിൽ വെക്കാം. എല്ലാ സൈഡിലും അങ്ങനെ ഒഴിക്കണം. നമ്മളടുത്തുള്ള സ്റ്റോണൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഫർണസ് വെച്ചാൽ നമുക്ക് കോബിൾ സ്റ്റോൺ കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. കോള് പരിയിലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് തൊണ്ടട്ടെ. അപ്പോൾ കോള് കൊടുത്തു വെച്ചു. അപ്പോൾ ഇനി എന്താ അവിടെ നിന്ന് സ്മെല്ലിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് മേലെ കയറിയാണ്ട് ആ വെള്ളം അവിടെ ഫുള്ള് പരത്തിണ്ട് ഒഴിച്ചണം. ഇനി ഇത് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് വെച്ചാൽ ഇത് ഇങ്ങനെ പോകുള്ളൂ. ഇത് എന്നാലും അങ്ങനെ തന്നെ പോകില്ലേ. ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചാലോ അപ്പം ശരിയാവും. അപ്പോൾ ഇനി പൊട്ടിച്ചാണ്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. പൊട്ടിച്ചാലും പിന്നെ അങ്ങനെ തന്നെ ആവില്ലേ. വീണ്ടും വെച്ചാലും അങ്ങനെ തന്നെ കയറും. ആ ബ്ലോക്ക് ഇത് ഞാൻ പൊട്ടിച്ചു. പിന്നെ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നേരത്തെ ബ്ലോക്ക് വെച്ചതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായി. നമുക്ക് ഈ ബ്ലോക്ക് പൊട്ടിച്ചാണ്ട് അടിയിൽ പോയി വെള്ളമാകെ അരിപ്പായിട്ടുണ്ടാവും. അതൊന്ന് ലെവലാക്കിയിട്ട് വേണം. ഇവിടെ സ്ലാബും കൊടുത്ത് വെക്കണം. അല്ലെങ്കിൽ ആയും കൂടെ അതിൻ്റെ മേലെയും സ്പൂണാവും. അപ്പോൾ അത് സ്ലാബ് കൊടുത്ത് വെക്കണം. വൈഫാണ് ഇത്ര സ്റ്റോണായി നോക്കട്ടെ. സ്റ്റോൺ കൂടെ ആയിട്ടുള്ളൂ. ഞാൻ സ്റ്റോണൊക്കെ ഒന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റോണൊക്കെ ആയി. ഞാനിതാ ഇവിടെ നമുക്ക് ഫുള്ള് ലെവലാക്കി വെക്കാം. അല്ലെങ്കിൽ വെള്ളം ഫുള്ളിങ്ങനെ പരന്നിറക്കും. അത് ചുറ്റും ഇങ്ങനെ വെക്കണം. ഇവിടെ നമുക്കൊരു 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് വെക്കണം. ഇനി ഇവിടെ നിന്നാണ് നീളത്തിൽ വെക്കുക. ബ്ലോക്ക് തീർന്ന് ഒരു താൽക്കാലികമായിട്ട് ഡയറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം സ്റ്റോണായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെയുള്ള ഈ ഇതൊക്കെ മാറ്റി വെക്കണം വേണം. ഞങ്ങളുടെ മുകളിൽ കയറി നമുക്ക് ഇനി അവിടെ സ്ലാബ് വെക്കാം. എല്ലാ ബ്ലോക്കിലും സ്ലാബ് വെക്കണം. സ്ലാബ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് വെക്കണം. ഞാൻ ഫുള്ളും വെച്ചാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എവിടെ കൂടി വെച്ചാൽ ഫുള്ളായി. എല്ലാ സൈഡും ഞാൻ വെച്ചോളൂ. നമുക്കിതാ ഇവിടെയുള്ള ഡേർട്ടും മാറ്റി റീപ്ലേസ് ചെയ്യാം. ബാക്കി സ്റ്റോൺ വെച്ച് നമുക്ക് സ്റ്റോൺ ബ്രിക്കാക്കാം. ഈ ഡേർട്ടൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യട്ടെ. ഇവിടെയും ഫുള്ളായി. ഇവിടെ വെക്കാണ്ട് ഇവിടെ നമുക്ക് കീ ഇറങ്ങാനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് വെക്കാം. ഫുള്ള് ക്ലീൻ ആക്കിക്കണം. ഇനി നമുക്ക് കുറേ ബട്ട ഉണ്ടാക്കണം. ബട്ട വെക്കാണ്ട് അടിയൊക്കെ കുഴിച്ചാണ് ഇനി കില്ലിങ് ഏരിയൻ്റെ ഒരു സെറ്റാക്കി വെക്കുക. ഞാൻ ഫുള്ളൊന്ന് കുഴിച്ച് റെഡിയാക്കി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കുഴിച്ച് റെഡിയാക്കിയാണ്. ഇതെങ്ങനെയാണ് കുഴിച്ച് റെഡിയാക്കിയുണ്ട്. ഇവിടെ ഓപ്പറൊക്കെ ഉള്ളതാണ്. ഇവിടെ ഈ സൈഡ് ചെസ്റ്റ് വെക്കണം. ഓപ്പർ എടുത്താണ് ഇനി അവിടെ വെക്കാം. നമുക്ക് ഓപ്പറും ചെസ്റ്റും സെറ്റ് ചെയ്ത് വെക്കാം. ഈ ബ്ലോക്ക് പൊട്ടിച്ച് നമുക്ക് ഇവിടെ ചെസ്റ്റ് വെക്കാം. താൽക്കാലികമായിട്ട് 2 ഓപ്പർ ഉണ്ടാക്കാനുള്ള അയണേ ഉള്ളൂ. ബാക്കി ഫുള്ള് റീപ്ലേസ് ചെയ്തുകൊണ്ട് അയ വെക്കണം. ഇവിടെ 2 ബക്കറ്റ് വെള്ളം ഒഴിക്കണം. അപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എൻ്റെ കയ്യിലുണ്ട്. ഒന്നുകൂടി എടുത്തുകൊണ്ട് നമുക്ക് വെക്കണം. ഈ ബ്ലോക്ക് പൊട്ടിച്ചാണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ വെക്കാം. സൈഡിൽ ഒഴിച്ചാൽ കറക്റ്റായിട്ട് ഇതാ സെൻറ്റർ അങ്ങോട്ട് ഇങ്ങനെ വരും ഫുള്ള്. അതവിടെ ഒരു ബട്ടൺ കൂടി വെച്ചാൽ സംഗതി സെറ്റാവും. ഇനി ഇങ്ങനെ മേലേക്ക് ഇവിടെ ബ്ലോക്ക് പൊട്ടിച്ചാൽ നമുക്ക് സ്റ്റെയർ കേസ് മാതിരി ഉണ്ടാക്കിയേക്കാം.
നമുക്ക് 2 ബക്കറ്റ് ലാവ വേണം. ലാവ നമുക്കത് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. എന്നാലും നമുക്ക് അതിനോളം ചാവുള്ളൂ. ഞാൻ നെതറിലേക്ക് കൊണ്ട് 2 ബക്കറ്റ് ലാവ എടുത്തുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ലാവ തുടങ്ങുന്നു. ലാവ നമുക്ക് സൂക്ഷിച്ച് വെക്കണം. ഒബ്സിഡിയൻ ആകാൻ പാടില്ല. ഇറങ്ങേണ്ടത് ഈ ബ്ലോക്കിൽ വെക്കണം. ഈ ബ്ലോക്കിൽ ഈ സൈഡിൽ ഞാൻ വെച്ചു. ഇനി ആ സൈഡിൽ നമുക്കിടെ 2 സൈഡിലായി. ഇപ്പോൾ ഇത് നടുവിൽ വന്നിങ്ങനെ നിൽക്കും. അത് കുഴപ്പമില്ല. ഈ ഐഡിയിലായാലും അയൻകുളം ചാവും. അയൻകുളം 2 ബ്ലോക്കാണ് ഗ്യാപ്പ്. അപ്പോൾ അയൻകുളം ചാവാനാണ് മതി. സംഗതി ഇത്രേ ഉള്ളൂ. അയൺ ഫാം സംഗതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. നമുക്ക് ഇവനെ തട്ടണം. ഇവനെ തട്ടിയാൽ നമുക്ക് ബാക്കിയുള്ളൊരു സ്പോൺ ആവുള്ളൂ. ഇനി ഇപ്പോൾ 1 സ്പോൺ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഇനി വില്ലേജറെ കൊണ്ടുവന്ന് വെക്കണം. ഞാനിവിടെ തട്ടിക്കട്ടെ. നമുക്കത് അതിൻ്റെ മേലെ നടന്ന് നോക്കാം. ഞങ്ങൾക്കുള്ള സ്പോൺ ഉണ്ടാകുന്നു. നല്ലൊരു വ്യൂ അല്ലേ. ഷീൽഡ് മാറ്റിയത് വെച്ച് കാണാം. നൈറ്റ് ആവണേ. നൈറ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് വരാം. ഇതാ ഒരുത്ത സ്പോണായി. ഇതാ കഴിഞ്ഞടി. സംഗതി ഇങ്ങനെയാണ് വർക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ചാവും. 20 വില്ലേജർ ആയാൽ നല്ല കറക്റ്റായിട്ട് നല്ല എഫിഷ്യൻ്റായി വർക്കാവും. കറക്റ്റായിട്ട് ആ ഓപ്പർക്ക് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ അയൺ ഫാം റെഡിയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്കിവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യണം. ഒന്ന് നാക്കാക്കി എടുക്കണം ഈ സ്ഥലം. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവിടെ ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ആ 3 വില്ലേജർ കൂടി കൊണ്ടുവന്ന് വെക്കാണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ശരിയാക്കാം. അപ്പോൾ തന്നെ വീഡിയോ ലെങ്ത്ത് കൂടിക്കണം. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി എന്നറിയാം. റിയൽ ലൈഫിൽ കുറച്ച് ബിസി ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.